വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ആദ്യം നമ്മൾ അൽബേനിയയെക്കുറിച്ച് പറഞ്ഞു. അൽബേനിയ കണ്ടതിനെക്കുറിച്ചും വിശേഷങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അൽബേനിയയിൽ നിന്ന് മാസിഡോണിയ പോയ കാര്യം പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മാസിഡോണിയയിൽ നിന്ന് കൊസാവോ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അന്ന് നൈറ്റിൽ മാസിഡോണിയ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. ഞങ്ങൾ നേരെ ബോർഡർ ക്രോസ് ചെയ്യുക. ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഏത് കൊസാവോയിൽ കൺട്രിയിലാണ് പോകുന്നു. കൊസാവോയിലോട്ട് പോകുന്നു. കൊസാവോയിൽ നമ്മൾ സ്റ്റേ ചെയ്യുക. എന്നിട്ട് രാവിലെ അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നേരെ ബോർഡറിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. കൊസാവോ ബോർഡറിൽ പോകുമ്പം സെയിം മാസിഡോണിയ ബോർഡറിൽ കാണിച്ച അതേ ഡോക്യുമെന്റ്സ് ആണ് കൊസാവോ ബോർഡറിലും കാണിക്കേണ്ടത്. ഞങ്ങൾക്ക് ഷെങ്കൻ വിസ ഇല്ലാതാണ് നമ്മൾ ഈ കൺട്രീസ് എല്ലാം വിസിറ്റ് ചെയ്തത്. യു എസ് വിസ മാത്രം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കൺട്രീസും പോയത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി മാസിഡോണിയയിൽ കയറിയത് കൊണ്ട് തന്നെ കൊസാവോയിലും സെയിം റൂൾസ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന സെയിം ഏകദേശം സിമിലർ ആണ് ഇമിഗ്രേഷൻ റൂൾസ് എല്ലാം കാണിച്ചിരുന്നത്. അപ്പം അതേ ഡോക്യുമെന്റ്സ് വെച്ചാണ് നമ്മൾ കൊസാവോ ബോർഡറും ക്രോസ് ചെയ്തത്. കൊസാവോയിലോട്ട് ചെന്ന് ക്രോസ് ചെയ്തില്ല, കൊസാവോ ബോർഡറിലോട്ട് പോയത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആസ് യൂഷ്വൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കാണിച്ചു. അപ്പോൾ അവർ എല്ലാം വെരിഫൈ ചെയ്തിട്ട് അവർ പറഞ്ഞു, സോറി ഞങ്ങൾക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ വിസ എന്തെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു US വിസയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. പിന്നെ നമ്മൾ UK BRP കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ, നമ്മളുടെ കയ്യിൽ വേറെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ കാരണം നമ്മൾ ഒട്ടും മാസിഡോണിയയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊസവോയിലും അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ അവരത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു ചെങ്ങൻ വിസ വേണം, അല്ലാതെ ഞങ്ങൾക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബോർഡറിൽ ഒത്തിരി നേരം കിടക്കേണ്ട വന്നില്ല. അവിടെ ക്യൂ കുറവായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 10 to 15 മിനിറ്റ്സ് മാത്രമേ ക്യൂ നിൽക്കേണ്ട വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അവരുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ കാണാൻ പറ്റി. അവർക്കറിയാവുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ചിട്ട് അവർ നമ്മളോട് മാക്സിമം നല്ല ബഹുമാനത്തോടെയും സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അവർക്ക് ലാംഗ്വേജ് അറിയത്തില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് അവർ നമ്മളോട് അങ്ങനെ സംസാരിക്കുന്നത്. അവരുടെ പെരുമാറ്റം വളരെ ഞങ്ങളോട് ഈ റൂട്ട് വഴി അങ്ങനെ അവര് റൂഡ് എക്സിറ്റ് അല്ലെന്ന് എടുത്താൽ ഞങ്ങൾക്ക് മതി. മനസ്സിലായത് എപ്പോഴാന്ന് വെച്ചാല് ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല അകത്ത് കയറാൻ, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് അവർ പറഞ്ഞിട്ട് ഈ പറയുന്ന സ്റ്റാഫ് തന്നെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് ഏത് റൂട്ടിലോട്ട് തിരിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസിന്റെ ബോർഡേഴ്സിലോട്ട് പോകാൻ പറ്റുന്ന ആള് തന്നെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് എല്ലാം ഇങ്ങനെ ആക്ഷൻസ് വഴി കാണിച്ചു തന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇവര് നമ്മളോട് ശരിക്കും ഇത്ര നേരം ദേഷ്യപ്പെടുകയല്ലായിരുന്നു, ഇവര് സ്നേഹമായിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ ലാംഗ്വേജ് ആണ് മെയിൻ പ്രശ്നം. ജസ്റ്റ് കുറച്ച് വേർഡ്സ് മാത്രമേ അറിയത്തുള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. അവിടുന്ന് പിന്നെ ഞങ്ങളുടെ ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു രാജ്യത്തിന്റെ അല്ല, റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. എന്തോ ചെയ്യണം, കാരണം നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തത് അങ്ങോട്ട് പോകാനാണ്. അതപ്പം ബ്ലോക്ക് ആയപ്പോഴത്തേക്ക് പിന്നീട് എങ്ങോട്ട് പോകണം, നമ്മുടെ എങ്ങോട്ട് നെക്സ്റ്റ് പ്ലാനിലുള്ള കൺട്രി എന്ന് വെച്ചാൽ മോണ്ടനീഗ്രോ ആണ് പ്ലാനിൽ. പക്ഷേ ആ മോണ്ടനീഗ്രോയിലോട്ട് ഞങ്ങൾ പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വന്ന് ഇത്രയും റൂട്ട് തിരിച്ചു പോകണം. നമ്മൾ മാസിഡോണിയ പോകണം, മാസിഡോണിയയിലെ വീണ്ടും നമ്മൾ അൽബേനിയ ബോർഡർ കയറണം. ക്രോസ് ചെയ്ത് അപ്പുറത്ത് അൽബേനിയ കയറണം, അൽബേനിയ ക്രോസ് ചെയ്തിട്ട് വേണം മോണ്ടനീഗ്രോ പോകാൻ. അപ്പൊ ഞങ്ങൾക്ക് അത്രയും ദൂരം കുറേ യാത്ര ചെയ്യേണ്ടി വരും, പുതിയൊരു കൺട്രി കാണാനും പറ്റത്തില്ല. അപ്പൊ അത് നമുക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിഷമമായി പോയി. അത് അങ്ങനെ എന്തായാലും ചെയ്യണ്ട, കാരണം ഇത്രയും ദൂരം ഞങ്ങൾ ഏകദേശം ഒത്തിരി മണിക്കൂർ തിരിച്ച് യാത്ര ചെയ്യണം. അപ്പൊ അങ്ങനെ വേണ്ട, നമുക്ക് നെക്സ്റ്റ് നിയർ ബൈ ഏത് കൺട്രി ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മാപ്പിൽ നോക്കി നെക്സ്റ്റ് നമുക്ക് അടുത്ത ഏത് കൺട്രി ഉണ്ടെന്ന് നോക്കി കണ്ടുപിടിച്ച സ്ഥലമാണ് സെർബിയ. സെർബിയ. സെർബിയ ഏകദേശം 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു നമുക്ക് അവിടുന്ന് സെർബിയ ബോർഡറിലോട്ട് പോകാൻ. അപ്പം നമ്മൾ ഓർത്തു എന്നാ പിന്നെ സെർബിയ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ യാത്ര അപ്പൊ സെർബിയയിലോട്ടായി. സെർബിയയിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ല. കാരണം നമുക്ക് ഓൾറെഡി ഒരു റിജക്ഷൻ ആയി. എന്നാലും സെർബിയ ചെന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുവാണെങ്കിൽ ആ രാജ്യം കാണാം, ഇതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മോണ്ടനിഗ്രോ പോകാം, കുറച്ച് യാത്ര ചെയ്താലും. കാരണം നമ്മൾ ട്രൈ ചെയ്തില്ലെന്നുള്ള വിഷമം വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ സെർബിയ സെർബിയയിലോട്ട് പോകാന്ന് പോകാൻ. വിചാരിച്ചത്. ഞങ്ങൾ കൊസാബോയിൽ നിന്ന് സെർബിയ ബോർഡറിലോട്ട് പോയി. ഏകദേശം 2 hours യാത്ര ഉണ്ടായിരുന്നു. സെർബിയ ബോർഡർ ചെല്ലുമ്പം ഇത്രയും നേരം കണ്ട സെക്യൂരിറ്റി ഓഫീസേഴ്സിനെക്കാളും കുറേം കൂടെ ഒരു നമ്മള് ഇംഗ്ലീഷ് ടച്ച്, ഒരു ഇംഗ്ലീഷ് അമേരിക്കൻസിന്റെ ടച്ച് ഒരു ഉണ്ടായിരുന്നു. അമേരിക്കൻ ടച്ച് തോന്നി അവിടുത്തെ സ്റ്റാഫ്സ് ഒക്കെ. അവിടുത്തെ ആൾക്കാർക്ക് അത്യാവശ്യം നന്നായിട്ട് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയാം. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ അങ്ങനെ തിരക്കുമില്ലായിരുന്നു. വലിയ ബോർഡറുമായിരുന്നു. വലിയ ബോർഡറാണ്. ചിലപ്പോൾ രാത്രി തിരക്കുകൾ കാണും എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ 2 വണ്ടികൾ, ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ പാസ്പോർട്ടും നമ്മുടെ ഡോക്യുമെന്റ്സും കൊടുത്തപ്പോൾ തന്നെ ഞാൻ അവിടെ ഇറങ്ങി ചെല്ലണം, നമ്മൾ പുറത്തിറങ്ങി ചെന്ന് നിന്ന് അവിടെ ഒരു ഐ തിങ്ക് അമേരിക്കൻ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ടും ഡോക്യുമെന്റ്സും എല്ലാമായിട്ട് അവിടെ ചെന്നു. അവർ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്തു, സ്റ്റാമ്പ് അടിച്ചു, കയറിക്കോളാൻ പറഞ്ഞു. ഞങ്ങളുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, ബോണറ്റൊക്കെ ഒന്ന് പൊക്കി ചെക്ക് ചെയ്തു. വണ്ടി ചെക്കിങ്ങിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള 1-2 സ്ഥലങ്ങൾ നോക്കി വെച്ചു. സെക്യൂരിറ്റി വണ്ടി ചെക്ക് ചെയ്യുന്ന ആൾ നമ്മളോട് ചോദിക്കുകയും ചെയ്തു, എവിടേക്കാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടത് 1-2 ഏതൊക്കെയാണ്. ഞങ്ങള് ലക്കിലി നോക്കി വെച്ചു. ജസ്റ്റ് ഒരു സ്ഥലത്തിന്റെ പേര് മാത്രം നോക്കി വെച്ചു. അതായിരുന്നു ബെൽഗ്രേഡ്. ബെൽഗ്രേഡ് ഫോർട്ട് എന്നാ ഞാൻ പറഞ്ഞത്. സത്യത്തിൽ അത് എന്തുവെന്ന് പോലും അറിയത്തില്ല. ഞങ്ങൾ ചുമ്മാ ഒരു പേര് പറഞ്ഞതാ. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷം. നിങ്ങൾ അവിടെയാണോ പോകുന്നത് വെച്ചിട്ട് അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ തിരിച്ച് അവിടുത്തെ അടുത്ത് തന്നെയുള്ളൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറി വണ്ടിക്കകത്ത് ഫ്യൂവൽ ഫില്ല് ചെയ്തു. പിന്നെ
കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആകെ ടെൻഷനാണ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ഒരു രാജ്യത്ത് എൻട്രി ആയി. ഇനി അവിടുന്ന് അങ്ങോട്ട് എന്തോ പോകണം. നമുക്കൊരു പ്ലാനും ഇല്ല. എന്തോ ചെയ്യണം, എങ്ങോട്ട് പോകണം, ആഹ് ഈ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത്, ഒന്നിനെക്കുറിച്ച് ഒരു പ്ലാനും ഇല്ല. നമ്മളുടെ അവിടുന്ന് പിന്നെ വിജനമായിട്ടുള്ള ഒരു റോഡായിരുന്നു. അടുത്തൊന്നും അവിടുന്ന് കടകളോ നല്ല കാര്യങ്ങളോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് റോഡായിരുന്നു. പക്ഷേ ടോളും ഉണ്ടായിരുന്നു അല്ലേ? ഒരിടത്ത് രണ്ടിടത്തായിട്ട് നമ്മൾ എൻട്രി ആകുന്ന സമയത്ത് നമുക്കൊരു ടോൾ ഉണ്ടായിരുന്നു അവിടെ. കുറച്ചൊരു 1 മണിക്കൂർ അല്ല, ഒരു കിലോമീറ്റർ പോയി കഴിയുമ്പോൾ തന്നെ ഒരു ടോൾ ഉണ്ടായിരുന്നു. ആ ടോൾ നമ്മൾ വളരെ ചെറിയ പൈസ അങ്ങോട്ടേ ഉള്ളൂ. നമ്മളത് കൊടുത്ത് നമ്മൾ അവിടുന്ന് നേരെ അങ്ങോട്ട് പോയി. ഭയങ്കര നല്ല സ്ട്രെയിറ്റ് റോഡാണ്. പിന്നെ ആ ടോൾ കൊടുക്കുന്ന അത്രയും വർത്ത് ആണ് നമുക്ക്. പിന്നെ തിരക്കുമില്ല. റോഡിൽ ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. ആരും ആ റോഡിൽ അങ്ങനെ അധികം ആരുമില്ല. പിന്നെ അൽബേനിയ, മാസിഡോണിയ വെച്ച് കമ്പയർ ചെയ്യുമ്പം സെർബിയ ആണ് കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള കൺട്രി. കാരണം ഈ പറഞ്ഞ മറ്റ് 2 കൺട്രീസും ഈ നമ്മുടെ ഫുൾ ബെൻഡ് ആണ്. റോഡൊക്കെ കുറെ ബെൻഡ്. ചില സ്ഥലത്തൊക്കെ ഭയങ്കര സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിലും സൈഡെല്ലാം കുറെ മൗണ്ടെയ്ൻസും കാര്യങ്ങളും അങ്ങനത്തെ ഒരു രീതിയാ. പക്ഷേ അങ്ങനെയല്ല സെർബിയ കേറി കഴിഞ്ഞാൽ. സെർബിയ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഹൈവേ കൂടെയുള്ള യാത്രയായിരുന്നു. നമ്മൾ ബെൽഗ്രേഡ് വരെയും പോയത്. നമ്മൾ ബെൽഗ്രേഡ് പോകാനാ പ്ലാൻ ചെയ്തേ. അപ്പം ആ പ്ലാൻ അനുസരിച്ച് ബെൽഗ്രേഡ് നമുക്ക് ഫുൾ സ്ട്രെയിറ്റ് റോഡ് മാത്രം. ഞങ്ങൾ അവിടെ നൈറ്റ് സ്റ്റേ ചെയ്തില്ല. ഞങ്ങൾ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്ത് ആ നൈറ്റ് ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല. നൈറ്റ് ഫുൾ ടൈം കാറിൽ ഡ്രൈവ് ചെയ്ത് പോവാ. ഡ്രൈവ് ചെയ്ത് പോയി. അതിനകത്ത് ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ചാൽ നൈറ്റ് 12 മണി കഴിഞ്ഞത് കൊണ്ട് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കൊസാവോയിൽ സ്റ്റേ ചെയ്യാനായിരുന്നല്ലോ പ്ലാൻ ചെയ്തത്. അപ്പം ആ പ്ലാൻ നടന്നില്ല. അപ്പം പിന്നെ നമ്മൾ നേരെ സെർബിയയിലോട്ട് പോയി. സെർബിയ ചെന്നപ്പോഴത്തേക്ക് രാത്രി 12 മണി കഴിഞ്ഞു ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ. അതായിരുന്നു കാര്യം. ഞങ്ങൾ സെർബിയ കയറി. ഓക്കെ, എന്നാൽ ബോർഡർ ക്രോസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യാമെന്ന് ഒരു പ്ലാൻ ഇട്ടു. പക്ഷേങ്കിൽ അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആ റോഡ് തിരക്കായിരിക്കുമോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ബെൽഗ്രേഡ് വരെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഏകദേശം 6 to 7 അവേഴ്സ് എന്തോ ട്രാവൽ ചെയ്യാനായിരുന്നു. അപ്പം അത്രയും ദൂരം ട്രാഫിക്കിനകത്ത് യാത്ര ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നൈറ്റ് സ്മൂത്ത് ആയിട്ട് അങ്ങ് നമുക്ക് യാത്ര ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഉറങ്ങണ്ട, നമ്മൾ ഇവിടുന്ന് സ്ട്രേറ്റ് അവിടെ പോകാം, എന്നിട്ട് ബെൽഗ്രേഡ് ചെന്നിട്ട് അവിടുത്തെ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഡ്രൈവ് ചെയ്ത് ഏകദേശം അവിടെ രാവിലെ നമ്മളൊരു 5:30 5:30 ഒക്കെ ആയപ്പോൾ അവിടെ എത്തി. ഞങ്ങൾ ആദ്യം പോയ ഒരു പെട്രോൾ സ്റ്റേഷനിലാണ്. കാരണം മാസിഡോണിയയിലും അൽബേനിയയിലും ഒക്കെ പെട്രോൾ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തിയിട്ട് കിടന്നുറങ്ങുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, പക്ഷെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് ആൾക്കാരെ. അത് തന്നെ ആയിരിക്കും സെർബിയയിൽ നിന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ സെർബിയയിൽ നമ്മൾ പെട്രോൾ സ്റ്റേഷൻ ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി. അവിടെ അങ്ങനെ വണ്ടി അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആരും അങ്ങനെ ഉറങ്ങുന്നതോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെന്ന സ്ഥലത്തിന്റെ ആയിരിക്കും. സെർബിയയില് ഓൺ ദ വേയിൽ വലിയൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്ന ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ കയറി കോഫി കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനോട്ട് അങ്ങ് പോവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ അവിടുത്തെ ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നമ്മൾ ബെൽഗ്രേഡിലോട്ടാണ് ചെല്ലുന്നത്. അപ്പം ബെൽഗ്രേഡിൽ അങ്ങോട്ട് ചെന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിൽ ട്രാം വന്ന് നിർത്തിയിട്ടേക്കുന്നു. അപ്പോൾ സിഗ്നലാണ്. നമ്മളുടെ വണ്ടി ഫ്രണ്ടിൽ കിടക്കുന്നു, ബാക്ക് സൈഡിൽ ട്രാം. ഞങ്ങൾക്ക് ആകെപ്പാടെ ഭയങ്കര ടെൻഷൻ ആയിപ്പോയി. കാരണം ട്രാമിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി മാറ്റി കൊടുക്കണോ, ഇല്ലെങ്കിൽ ഇതിനി ഒരു പ്രശ്നം ആകുമോ എന്നൊക്കെ ആകെപ്പാടെ ടെൻഷൻ ആയിപ്പോയി. രാവിലത്തെ ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ പെട്ടെന്ന് ട്രാം പുറകിൽ ഒരു ട്രെയിൻ പോലെ എന്തോ സംഭവം പുറകിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. ബസ്സാണോ എന്തോ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ട്രാമാണ്. ഫ്രണ്ടിൽ കൂടെ വേറെ ട്രാം പോകുന്ന കണ്ടു. ഇങ്ങനെ പോകുന്നത് കണ്ടു. കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ആകെ ടെൻഷനായി. എന്താണ് അവിടുത്തെ റൂള്, ട്രാമിന് എങ്ങനെയാണ് നമ്മൾ വഴി കൊടുക്കണോ അതോ നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമാകുമോ ഒന്നും നമുക്കറിയത്തില്ല. സിഗ്നൽ ആണെങ്കിൽ റെഡിൽ കിടക്കുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലായിരുന്നു വണ്ടി നിർത്തിയിട്ടിരുന്നത്. റൈറ്റ് സൈഡിലോട്ട് സിഗ്നൽ ഓപ്പൺ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് റൈറ്റ് സൈഡിലോട്ട് വണ്ടി അങ്ങ് എടുത്തു. ട്രാമും ഈ പറയുന്ന പോലെ നമ്മുടെ പുറകിൽ തന്നെ. രാവിലത്തെ സമയത്ത് നമ്മുടെ ആ ഒരു അരമണിക്കൂർ ഞങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു. കാരണം ബസ്സസും ട്രാമും എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് കാർ ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ വേറെ ലൈൻ വഴി ഒരു ട്രാം അങ്ങ് പാസ് ചെയ്യും. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല നമുക്ക് കാർ ഓടിക്കാനാണോ ആ റോഡ്, ട്രാമിന് പോകാനുള്ള റോഡാണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ സത്യത്തിൽ അവിടെ വന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടി നമ്മൾ സൈഡ് ആക്കിയിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ ഗൂഗിളിലൊക്കെ റിസർച്ച് നടത്തിയിട്ട് ഇവിടെ എങ്ങനെയാണ് റൂൾസ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വണ്ടി എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി സൈഡ് ആക്കിയിട്ട് ഇതെല്ലാം നോക്കി. ഇത് നോക്കിയാണ് മനസ്സിലായത് നമുക്ക് ട്രാം ബാക്ക് സൈഡിലുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവർക്ക് വേണ്ടി നമ്മൾ വഴി മാറി കൊടുക്കുകയൊന്നും വേണ്ട. ചില റോഡ്സ് ബസ്സസിന് വേണ്ടി മാത്രമുള്ള റോഡുണ്ട്. അതിൽ നമ്മൾ കയറരുത്. അതിൽ കയറിയാൽ ഫൈൻ വരും. പിന്നെ നമ്മൾ വിചാരിച്ച അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പിന്നെ മനസ്സിലായി. ഞങ്ങൾ 2 ഹോട്ടലുകളിൽ കയറി നമ്മൾ റൂംസ് അവൈലബിൾ ആണോ എന്ന് തിരക്കിയായിരുന്നു. റൂംസുകളൊന്നും അവൈലബിൾ അല്ലാഞ്ഞത് കൊണ്ടാണ് പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ കിടക്കാമെന്നുള്ളൊരു പ്ലാനിലോട്ട് പോയത്. അങ്ങനെ വണ്ടിക്കകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയോ ഒക്കെയോ കിടന്നു. ആദ്യം നമ്മൾ സെയിൻസ് ആവാ എന്നുള്ള ചർച്ച് കാണാനാണ് പോയത്. അപ്പം അവിടെ പാർക്കിംഗ് കിട്ടുന്നത് ഇച്ചിരി പാടാണ്. അത് പാർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ സൺഡേ ഫ്രീ ആണ്. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും നമ്മൾ സൺഡേ ആയിരുന്നു. സൺഡേ ഫ്രീ ആണ്. സൺഡേ ഫ്രീ ആണ്. ആ ചേർച്ചിന്റെ അവിടെ പോയി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അകത്ത് അവിടെ അന്നേരം
എനിക്ക് തോന്നുന്നു ആരാധന നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെന്നേ. നെക്സ്റ്റ് പോയത് ബെൽഗ്രേഡ് വാട്ടർ ഫ്രണ്ട് കാണാനായിട്ടാണ്. അപ്പം അവിടെ തന്നെ ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്. ആ ഷോപ്പിംഗ് മാളിന്റെ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. അതിന്റെ പുറത്ത് തന്നെ നമുക്ക് കുറേ പാർക്കിംഗ് സ്പേസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടുത്തെ റെസിഡൻസ് തന്നെയായിരിക്കും മോസ്റ്റ്ലി. കുറേയൊക്കെ പ്രൈവറ്റ് പാർക്കിംഗ് എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് പബ്ലിക് ആയിട്ടുള്ള പാർക്കിങ്ങും ആണ്. അവിടെ എല്ലാം പെർമിഷനും വെച്ചിട്ടുണ്ട്. അപ്പം സൺഡേ ഫ്രീ ആണെന്ന് ഞങ്ങൾ സൺഡേ ഫ്രീ ആണ്. പക്ഷെ സോൺ അനുസരിച്ച് ചിലയിടത്ത് പേയ്മെന്റ് ഉണ്ട്. പേയ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞങ്ങൾ മാളിന്റെ പാർക്കിംഗ് തന്നെ വണ്ടി പാർക്ക് ചെയ്യാന്ന് വിചാരിച്ച് മാളിന്റെ അകത്ത് കയറ്റി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വളരെ നൈസായിട്ട് ക്വയറ്റ് ആയിട്ടുള്ളൊരു വലിയ മാളാണ്. അത്യാവശ്യം ഒരുപാട് ഹോട്ടൽസുകൾ, ഷോപ്പിംഗ്, നമുക്കൊരു ദുബായ് മാൾ പോയ പോലത്തെ ഒരു ഫീൽ കിട്ടും. ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു മാളാണ്. പിന്നെ അവിടുന്നാണ് നമ്മൾ അന്നത്തെ ലഞ്ച് കഴിച്ച അവിടുന്നാണ്. അവിടെ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ, അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടൊരു ഹോട്ടലാണ്. ആംബിയൻസ് നല്ലതായിരുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. ഫുഡ് എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ പിന്നെ ആ റെസ്റ്റോറന്റിൽ തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഈ വാട്ടർ ഫ്രണ്ടിന്റെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് നമുക്ക് ആ ബിൽഡിംഗ് കാണാൻ പറ്റുന്ന പോലെയാണ് ഇറങ്ങുന്നത്. അവിടുന്ന് ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ആയതിനു ശേഷം ഞങ്ങൾ പതുക്കെ ആ വാട്ടർ ഫ്രണ്ടിന്റെ അങ്ങോട്ട് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്ക് മാരത്തോൺ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാരത്തോൺ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. അതാണ് ഒരു നെഗറ്റീവ്. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു, പിക്ചേഴ്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ നമ്മൾ സെർബിയയിൽ നിന്ന് മോണ്ടനിഗ്രോയിലോട്ട് ഉള്ള യാത്ര തുടങ്ങി. ഏകദേശം നമുക്കൊരു 5 hours യാത്ര ഉണ്ടായിരുന്നു. ഈ യാത്രയിലൊക്കെ നമ്മൾ സത്യത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്താണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 hours യാത്രയല്ല. ഞങ്ങളങ്ങനെ സെർബിയയുടെ ബോർഡറിന്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മോണ്ടനിഗ്രോയുടെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.